Okay, next നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ്. അപ്പോൾ ലൈൻസിനും സർക്കിൾസിനും ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. ഇതാണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ആൻഡ് വൈ ഈക്വൽ ടു സി ടി പ്ലസ് ബി വേർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. എ ആൻഡ് സി ആർ നോട്ട് ബോത്ത് സീറോ. The line passes through BD with the slope C by A. അതിന്റെ പ്രോപ്പർട്ടീസും കൂടി അവിടെ മെൻഷൻ ചെയ്തതാണ്. ജനറൽ ഫോം എന്ന് പറയുന്നത് വൈ എക്സ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ആൻഡ് വൈ ഈക്വൽ ടു സി ടി പ്ലസ് ബി. എയും ബിയും സിയും ഡിയും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ഒരേ സമയം എയും സിയും ഏതെങ്കിലും ഒന്നിൽ ടിയുടെ ഒരു ടേമെങ്കിലും ഉണ്ടാവണം, അത് നിർബന്ധമാണ്. പിന്നെ ടിയുടെ വാരിയേഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ്. അതുപോലെ സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു ആർ കോസ് ടി പ്ലസ് എക്സ് നോട്ട് and y equal to r sin t plus y naught, where 0 less than or equal to t less than or equal to 2 pi. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, എക്സ് നോട്ട് വൈ നോട്ട് അതിന്റെ സെന്റർ ആണ്. ഈ എക്സ് നോട്ട് വൈ നോട്ട് അതിന്റെ സെന്റർ ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ആർ കോസ് ടി ആൻഡ് വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു ആർ സൈൻ ടി എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആ ഇക്വേഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ സെന്റർ മുമ്പൊരു സർക്കിള് നമ്മുടെ യൂണിറ്റ് സർക്കിൾ കണ്ടപ്പോൾ അവിടെ സെൻറ്റർ 0 ആയതുകൊണ്ടാണ് ഈ പോയിന്റ്സ് അവിടെ ഇല്ലാതിരുന്നത്. അതുപോലെ റേഡിയസ് 1 ആയതുകൊണ്ടാണ് ഈ ആർ എന്നുള്ള ഒരു ടേം അവിടെ ഇല്ലാതിരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു കോസ് ടിയും വൈ ഈക്വൽ ടു സൈൻ ടിയും വരും. ഓക്കെ, ഇനി ടാൻജൻസ് ടു ദ പാരാമെട്രിക് കർവ്സ് അതെന്താണെന്ന് നോക്കാം. ടാൻജൻസിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ടാൻജൻസിൻ്റെ ഇക്വേഷൻ പറയുന്നത് let x equal to f of t and y equal to g of t be the parametric equations of a curve C. If f and g are differentiable at t naught and f dash of t naught and g dash of t naught are not both 0, then the tangent line C at t naught is defined by the parametric equation. Tangent line equation ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. x equal to f dash of t naught into t minus t naught plus f of t naught and y equal to g dash of t naught into t minus t naught plus g of t naught. ആണ് ഇക്വേഷൻ വരുന്നത്. സ്ലോപ്പ് ജി ഡാഷ് ഓഫ് ടി നോട്ട് ബൈ എഫ് ഡാഷ് ഓഫ് ടി നോട്ട് ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ഇക്വേഷനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വൈ ഈക്വൽ ടു ജി ഡാഷ് ഓഫ് ടി നോട്ട് ബൈ എഫ് ഡാഷ് ഓഫ് ടി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എഫ് ഓഫ് ടി നോട്ട് പ്ലസ് ജി ഓഫ് ടി നോട്ട്. ജി ഓഫ് ടി നോട്ട് വേറെയാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഇതിനോടുകൂടി പ്രൊഡക്റ്റ് ചെയ്യുന്ന ടേം എക്സ് മൈനസ് എഫ് ഓഫ് ടി നോട്ടാണ്. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. പ്ലസ് ജി ഓഫ് ടി നോട്ടാണ് വാല്യൂ വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കുക, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ വെൻ ടി ഈക്വൽ ടു 1 ഫോർ ദ കർവ് എക്സ് ഈക്വൽ ടു ടി റേസ് ടു 4 പ്ലസ് 2 റൂട്ട് ടി വൈ ഈക്വൽ ടു സൈൻ ടി പൈ. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു 4 പ്ലസ് 2 റൂട്ട് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി പൈ. ആൻഡ് ടി ഈക്വൽ ടു 1 എന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ടി നോട്ട് ഈക്വൽ ടു ആണ്. അത് ടി നോട്ട് ഈക്വൽ ടു 1 എന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് 1 ടി നോട്ട് ഈക്വൽ ടു 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ജി ഓഫ് 1 ഇവിടെ ടിക്ക് 1 കൊടുത്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി എഫ് ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4t ക്യൂബ് പ്ലസ് 1 ബൈ റൂട്ട് ടി എന്നാണ് കിട്ടുക. ചെയ്ത് നോക്കുക നിങ്ങൾ. ഇനി എഫ് ഡാഷ് ഓഫ് ടി നോട്ട് കിട്ടണം. അപ്പോൾ എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 എന്ന് കിട്ടും. ഇനി ജി ഡാഷ് ഓഫ് ടി കിട്ടണം. ജി ഡാഷ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പൈ കോസ് 2 പൈ എന്ന് കിട്ടും. ജി ഡാഷ് ഓഫ് ടി നോട്ട് അതായത് ജി ഡാഷ് ഓഫ് 1 കിട്ടണം. അപ്പോൾ പൈ കോസ് പൈ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ എന്ന് കിട്ടും. ഓക്കെ, അതും ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടാൻജന്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. വൈ ഈക്വൽ ടു, അപ്പോൾ ഇക്വേഷൻ ഒരു പ്രാവശ്യം എഴുതുക, അതിന് മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ അവിടെ എഴുതുക. ജി ഡാഷ് ഓഫ് ടി നോട്ട് ബൈ എഫ് ഡാഷ് ഓഫ് ടി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എഫ് ഓഫ് ടി നോട്ട് പ്ലസ് ജി ഓഫ് ടി നോട്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇക്വേഷൻ ഒരു പ്രാവശ്യം എഴുതുക, എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് പൈ ബൈ 5 ഇൻറ്റു എക്സ് പ്ലസ് 3 പൈ ബൈ 5 എന്ന് കിട്ടും. നോട്ട്ബുക്കിൽ ചെയ്യാട്ടോ അത്. അടുത്തതൊരു ക്വസ്റ്റ്യൻ. എ ചൈൽഡ് ഈസ് വേളിംഗ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ട്രിങ് letting out string at a constant rate so that the object follows the path x equal to 1 plus t into cos t and y equal to 1 plus t into sin t.
Sketch the path for 0 less than or equal to t less than or equal to 4 pi. അപ്പോൾ path find ചെയ്യണം. And at t equal to 4 pi, the string breaks so that the object follows its tangent line. What is the object at? Where is the object at t equal to 5 pi? അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പൈക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1 + t × cos t ആണ് ആൻഡ് 1 + t × sin t ആണ്. അപ്പോൾ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. 0ൻ്റെയും 4 പൈൻ്റെയും ഇടയിലുള്ള കുറച്ച് വാല്യൂസ്, അതായത് 0 കൊടുക്കാം, π/2 കൊടുക്കാം, π കൊടുക്കാം, 3π/2 കൊടുക്കാം, 2π കൊടുക്കാം, പിന്നെ 5π/2 കൊടുക്കാം, 3π കൊടുക്കാം, 7π/2 കൊടുക്കാം, 4π കൊടുക്കാം. അങ്ങനെ കുറച്ച് വാല്യൂസ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് ടിക്ക് വാല്യൂസ് കൊടുത്ത് കുറച്ച് പോയിൻറ്റ്സ് ഫൈൻഡ് ചെയ്യുക. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കണ പോലെ തന്നെ കേട്ടോ. പൈയുടെ വാരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് വാല്യൂസ് കൊടുക്കുക. ടിയുടെ വാരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ 0 മുതൽ 4π വരെ ആയതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് വാല്യൂസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്ററിൽ നോക്കി ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ ദാ ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്കറിയാലോ, ഇവിടെയാണ് നമ്മൾ 0, പിന്നെ ഇവിടെയാണ് നമുക്ക് π/2, 3π/2, 0, π/2, π, 3π/2, 2π, പിന്നെ 5π/2, ഇവിടെ നമുക്ക് വരുമ്പോൾ 3π, ഇവിടെ വരുമ്പോൾ 7π/2, ഇവിടെ വീണ്ടും വരുമ്പോൾ 4π. അങ്ങനെയാണ് നമുക്ക് ഇവിടെ വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ചുറ്റിയിട്ടായിരിക്കും നമുക്ക് ഈ കർവ് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന കർവ്. ഇനി നമ്മളോട് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. t0 = 4π ആവുമ്പോൾ. അപ്പോൾ ആദ്യം ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ f' ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ g' ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. t0 = 4π ആയതുകൊണ്ട് f(t0) അറിയണം നമുക്ക്, അതിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. g(t0), അപ്പോൾ അത് 1 + 4π × sin 4π = 0 എന്ന് വരും. f'(t0) അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. g'(t0) അതും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ടാണ് നിങ്ങളത് നോക്കിക്കോളില്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾ ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതുക, എന്നിട്ട് അതിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ t = 4π, അത് അതിൻ്റെ ടാൻജൻറ്റ് ലൈനിൽ കൂടെയുള്ള മോഷൻ തുടങ്ങും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ t = 4π ഇവാലുവേറ്റ് ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൽ ചോദിച്ചിട്ടുണ്ട്. t = 5π ആകുമ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ t = 5π ആയിരിക്കും എന്തായാലും ഒബ്ജക്റ്റ് അതിൻ്റെ ടാൻജൻറ്റ് ലൈനിൽ കൂടെയുള്ള മോഷനിലായിരിക്കും. അപ്പോൾ അത് 5π ആയിരിക്കുമ്പോൾ എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷനിൽ t ഉള്ളിടത്ത് 5π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ t = 5π എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ വാല്യൂ 1 + 5π എന്നാണ് വരിക. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ നിന്ന് അത് ഏകദേശം വാല്യൂ കണ്ടുപിടിച്ചിട്ട് എഴുതുക, എക്സിനും വൈക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ പാരാമെട്രിക് ഫോമിലാണ് കേട്ടോ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. പാരാമെട്രിക് ഫോമിലാണ് നമ്മൾ ആ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് പാരാമെട്രിക് ഫോമിലാണ് ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ t = 5π ആകുമുള്ള പോയിൻറ്റ്സും അതെ XY രണ്ടെണ്ണമായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. അടുത്തൊരു പ്രോബ്ലം. കൺസിഡർ ദ കർവ് x = t³ - t ആൻഡ് y = t². പ്ലോട്ട് ദ പോയിന്റ്സ് കറസ്പോണ്ടിങ് ടു. കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഈ ഒരു ക്വസ്റ്റ്യനിൽ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പോയിന്റ്സ് എടുത്തിട്ട് ഇതൊന്ന് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Then using these points together with the behavior of the function t² and t³ - t, sketch the entire curve. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ആ കർവിൻ്റെ മോഷൻ എങ്ങനെയാണ്, അതിൻ്റെ കർവ് എങ്ങനെയാണ് വരണേ എന്നുള്ളത് മനസ്സിലാവും. അത് യൂസ് ചെയ്തിട്ട് ആ മുഴുവൻ കർവ് ഒന്ന് പ്ലോട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ അറ്റ് ദ പോയിന്റ്സ് കറസ്പോണ്ടിങ് ടു t = 1 ആൻഡ് t = -1. സ്ലോപ്പ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എലിമിനേറ്റ് ദ പാരാമീറ്റർ t ടു ഒബ്റ്റൈൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ, എക്സിലും വൈയിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂം വൈ വാല്യൂം കണ്ടുപിടിച്ചു. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്തതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്.
ദെൻ ടി ക്യൂബ് മൈനസ് ടിയുടെ ഗ്രാഫും ടി സ്ക്വയറിൻ്റെ ഗ്രാഫും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വി പ്ലോട്ട് എക്സ് ആൻഡ് വൈ അഗെയിൻസ്റ്റ് ടി ഫ്രം ദ ഗ്രാഫ് ഓഫ് എക്സ് ആൻഡ് അഗെയിൻസ്റ്റ് ടി ആൻഡ് വി കൺക്ലൂഡ് ദാറ്റ് ടി ഗോസ് ഫ്രം മൈനസ് ദ പോയിന്റ് കംസ് ഇൻ the point comes in from the left and reverse direction for a while. ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങോട്ട് ആണ് വരുന്നത്, പിന്നെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ പോയിന്റ്സ് എടുത്തിട്ട് ആ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഗ്രാഫ് ഇതേ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പോയിന്റ്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ യോജിപ്പിച്ച് വരച്ചാൽ മതി. നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത പോയിന്റ്സ് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചാൽ മതി. ഇനി ഇത് ഇങ്ങോട്ട് പൊക്കോളും. എൻ്റെയർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് പൊക്കോളും. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഇവിടെ നിന്നായിരിക്കും ഇങ്ങനെ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഈ ഗ്രാഫ് വരച്ച് വെച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ടുള്ള ഗ്രാഫ് വരച്ചാൽ മതി. അത് തന്നെയാണ് അതിൻ്റെ എൻ്റെയർ ഗ്രാഫ് വരുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, അത് മതിയാവും. ഓക്കെ, നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് അറ്റ് ദ ടൈം ഗിവൺ ടൈം ടി കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ് അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി മുകളിൽ എഴുതിയിട്ടുണ്ട്, ഡി എക്സ് ബൈ ഡി ടി രണ്ടും കണ്ടുപിടിക്കാൻ അറിയാലോ. എക്സും നിങ്ങളുടെ കയ്യിലുണ്ട്, വൈയും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി ടിയും കണ്ടുപിടിക്കുക, ഡി എക്സ് ബൈ ഡി ടിയും കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഡി വൈ ബൈ ഡി എക്സ് എടുത്തത്. അപ്പോൾ ടി ഈക്വൽ ടു -1 ആകുമ്പോഴും ഇത് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അതുപോലെ ടി ഈക്വൽ ടു 1 ആകുമ്പോഴും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അത് വെറുതെ ഇങ്ങനെ എഴുതി വെക്കാതെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ടിയെ എലിമിനേറ്റ് ചെയ്തിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് ടിയും രണ്ടാമത് വൈ ഈക്വൽ ടു ടി സ്ക്വയറുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടി കിട്ടണം. അപ്പോൾ ടി എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ടി എലിമിനേറ്റ് ചെയ്യാനാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ടി ഈക്വൽ ടു +or-√y എന്നുള്ളത് കിട്ടും. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു +or- ഇവിടെ ക്യൂബ് ഉള്ളതുകൊണ്ട് y⁻², ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ ടി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ y⁻² വരും. ഈ +or- ഇവിടെയും കാണും. അപ്പോൾ ഇപ്പോൾ എക്സിലും വൈയിലുള്ള ടി എലിമിനേറ്റ് ചെയ്തിട്ട് എക്സിലും വൈയിലും മാത്രമുള്ള ഇക്വേഷനായി. അപ്പോൾ നമുക്ക് ഇനി പവറൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ x² വരും. ഈ +or- എന്നുള്ളത് സ്ക്വയർ ചെയ്യുമ്പോൾ പോകും, പ്ലസ് മാത്രമാവും. അപ്പോൾ അത് കാണിക്കണമെന്നില്ല. പിന്നെ y⁻³ എന്നുള്ളത് സ്ക്വയർ ചെയ്യുമ്പോൾ y³ വരും. പിന്നെ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ y വരും. അപ്പോൾ y³ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് ഹോൾ സ്ക്വയർ അല്ലേ വരിക. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇവിടെ x² വരും. ഇവിടെ y⁻³ -1/y⁻² ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു y⁻² ഉണ്ട്. ഇതിൻ്റെ ഹോൾ സ്ക്വയറാണ് വരിക കേട്ടോ. ഓരോന്നിനും സ്ക്വയർ ചെയ്യാൻ പറ്റില്ല, ഞാൻ തെറ്റി പറഞ്ഞതാണ്. ഇനി ഹോൾ സ്ക്വയറാണ് വരിക. അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് ഒരു y⁻² ഔട്ട് സൈഡ് എടുത്തൂടെ? ഇതിൽ നിന്നൊരു y⁻² ഔട്ട് സൈഡ് എടുക്കാം, ഇതിൽ നിന്നൊരു y⁻² ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ മൊത്തത്തിലൊരു y⁻² ഔട്ട് സൈഡ് പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാക്കി ഉണ്ടാവുക y³ ആണ്. y ആണ് ബാക്കി ഉണ്ടാവുക. ഇവിടെ നിന്ന് ഒരു y⁻² പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു y ബാക്കി ഉണ്ടാവും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇവിടെ ഒരു y ബാക്കി ഉണ്ടാവും, ഇവിടെ ഒരു 1 ബാക്കി ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ പിന്നെ ഈ ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഈ y⁻² ഔട്ട് സൈഡ് എടുക്കുക, പിന്നെ അതിൻ്റെ സ്ക്വയറും വരും. അപ്പോൾ അത് y ആയി മാറും. ബാക്കി ഇവിടെ ഉണ്ടാവുക y-1 ആയിരിക്കും. ആ y-1 ഹോൾ സ്ക്വയറും അവിടെ കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ വന്നത്. ഇത്ര എഴുതിയാലും മതിയാവും, ഇതിലേക്ക് പോകണമെന്നില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.